വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇത്. ഇഡ്ഡലിക്ക് ചമ്മന്തി മാത്രമേ ഉള്ളൂ. സാമ്പാർ കൂടി വേണമെന്ന് തോന്നുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഈ സാമ്പാർ തയ്യാറാക്കാം. അധികം കഷ്ണങ്ങളൊന്നും വേണ്ട. 2 തക്കാളിയും 1 സബോളയും മാത്രം മതി ഈ ഒരു സാമ്പാർ തയ്യാറാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്ത സബോളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ അടിച്ചെടുത്ത തക്കാളി ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച 1 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 തക്കാളി അടിച്ചു കൊടുക്കണം, 1 തക്കാളി അരിഞ്ഞു എടുത്ത് മാറ്റി വെക്കണം. ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ പച്ചമണം മാറി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം തിളച്ചത് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിനുള്ളിൽ തന്നെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാമ്പാറാണ്. ഇതുവരെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കണം.